ഹായ് ഡിയേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് എല്ലാം തന്നെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസാണ്. നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് പാൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ജീൻസിൻ്റെ ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, കിഡിലൻ സാരി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓളൊന്ന് തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് കറുകുറ്റി ജംഗ്ഷനിൽ അങ്കമാലി ടു തൃശ്ശൂർ പോകുന്ന വഴിക്ക് അങ്കമാലി കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനാണ് കറുകുറ്റി ജംഗ്ഷൻ. അവിടെ നിങ്ങൾക്ക് അപ്പോളോ ഹോസ്പിറ്റല്, അഡ്ലക്സ് കൺവെൻഷൻ സെൻ്ററൊക്കെ കാണാം. അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും കേട്ടോ. ഹൈവേ സൈഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ആൾക്കാർക്ക് കയറണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും കയറാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കളക്ഷൻസിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കളക്ഷനാണ്. ഇത് ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത്. നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ്. ഭയങ്കര സിമ്പിളാണ്, ഇച്ചിരി കാണാൻ ക്ലാസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. വീനൊക്കെ കൊടുത്ത് ആലിയ കട്ട് പോലെ, ഇവിടെ പ്ലെയിൻ ആണ് കേട്ടോ, ആലിയ കട്ട് പോലെ കൊടുത്തിട്ട് ഇവിടെ ഒരു ഗോൾഡൻ്റെ സെറി പോലെ കൊടുത്തേക്കാണ്. സ്ലീവിൻ്റെ ഒരു പടിക്ക് മേലെയായിട്ടും ഇതുപോലെ ഒരു സെറി പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എന്നിട്ട് ഇവിടെ ചെറിയ ഫ്ലീറ്റ്സ് പോലെ, നമുക്കറിയാലോ ആലിയ കട്ടിന് ആ വരുന്ന ഒരു ഫീച്ചറിലാണ് പോകുന്നത്. ബാക്ക് നോർമൽ എലൈനാണ് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡിലാണ്. ഉള്ളിൽ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവിന് ഓൾമോസ്റ്റ് ഒരു 17 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ഇവിടെ ഇച്ചിരി പടി പോലെ കട്ടിക്കാണ് കൊടുത്തിട്ടുള്ളത്. കുർത്തി വരുന്നത് ലെങ്ത്ത് വരുന്നത് ഒരു 46 to 46 റേഞ്ചിലാണ് കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ക്ലോസർ വ്യൂ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മളൊന്ന് കാണിക്കാൻ കേട്ടോ ക്ലോസർ വ്യൂ. ഇനിയാണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ഗോൾഡിൻ്റെ ലേസ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇവിടെയും ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആലിയ കട്ടിൻ്റെ ഈ ഒരു ബോർഡറും ഇവിടെ ചെറിയ ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഓക്കെ, പുറകുവശം വന്നിട്ട് നോർമലാണ്, ഗ്യാദേഴ്സ് ഇല്ല, പ്ലെയിൻ ആണ് കേട്ടോ. ഇത് സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു XXL സൈസസിലാണ്. പ്രൈസ് വരുന്നത് 699 മാത്രമേ വരുന്നുള്ളൂ. നല്ല ക്ലാസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റമാണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്, അതും കൂടി കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ നേരത്തെ സൈസ് പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്. M to 3XL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. മെറൂൺ ആണെങ്കിലും ഈ ബ്ലാക്ക് കളറാണെങ്കിലും മീഡിയം മുതൽ 3XL സൈസ് വരെ അവൈലബിൾ ആണ്. നമുക്ക് 3XLന് എപ്പോഴും നല്ല എൻക്വയറി ഉള്ള ഒരു സൈസാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടാറില്ല. എപ്പോഴൊക്കെ നമ്മൾ ആ ഒരു സൈസ് ചാർട്ട് കിട്ടുന്നു അങ്ങനെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. നമ്മളെല്ലാം സ്റ്റിച്ചിങ് ചെയ്യുന്നത് നമ്മൾ ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ പറയുന്ന പല സൈസുകളും നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു നമ്മുടെ ഹോട്ട് സെല്ലിംഗ് പ്രൊഡക്റ്റ് ആയത് 3XL മുതൽ 6XL വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പീസസ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. വേണമെന്നുള്ളവർ നമ്മുടെ ഐറ്റം തീർന്നു പോയി എന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കേണ്ട. കുറച്ച് പീസസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഇവിടെ ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്, ചെറിയ ഗ്യാദേഴ്സാണ്. മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റിൻ്റെ നല്ല പലതരം ജോർജറ്റ് ഉണ്ടെങ്കിലും ഇത് കുറച്ചും കൂടി പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഈ സിംഗിൾ കുർത്തി കളർ വരുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി കൂടി മെറ്റീരിയലിലെങ്കിലും ഇച്ചിരി ഒരു മാറ്റം വേണമല്ലോ. അതുകൊണ്ടാണ്. ഇപ്പം ഇങ്ങനെ ഒരു വർക്ക് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. മീഡിയം മുതൽ 3XL വരെ അവൈലബിൾ ആണ്, മറക്കാതിരിക്കുക. സൈസ് വരുന്നത് ഒരു 46 to 47 ഇതിന് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ലെങ്ത്ത് ഉള്ള ടൈപ്പാണ്. നിങ്ങൾക്കത് അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. സ്ലീവും ഒരു 16-17 റേഞ്ചിലേക്കാണ് വരുന്നത്. നല്ലൊരു ഐറ്റമാണ്, മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. മീഡിയം ടു 3XL, പ്രൈസ് 699 ആണ്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു പാൻറ്റാണ് കേട്ടോ. നമ്മളോട് എപ്പോഴും ആൾക്കാർ ചോദിക്കാറുള്ള ഒരു തരം പാൻറ്റാണ്. ജീൻസ് അല്ല, ഒരു കൊറിയൻ ടൈപ്പിൽ വരുന്ന പാൻറ്റാണ്. ഭയങ്കര കംഫർട്ടാണ് കേട്ടോ ഇത് വെയർ ചെയ്യാൻ. ഇപ്പം ഞാൻ ഇതിൽ വെയർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോത്ത് അല്ലെങ്കിൽ ഇത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും, അത്ര കംഫർട്ടാണ്, സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ടൈപ്പാണ് വരുന്നത്. പോക്കറ്റിൻ്റെ അവിടെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ വരും. ഇതിനകത്ത് സൈസ് മെൻഷൻ ചെയ്തിട്ടുള്ളത് 3XL ആണ്. നമ്മുടെ കയ്യിൽ 3XL 4XL എന്ന് പറയുന്നുള്ള സൈസാണ് വരുന്നത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലൊരു മെഷർമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വേസ്റ്റ് 3XLൻ്റെ നമ്മൾ അളക്കുമ്പോൾ 24 മുതൽ നമുക്കിതിങ്ങനെ വലിയുന്നത് ഒരു 36 വരെയൊക്കെ വേണമെങ്കിൽ വലിയ മാക്സിമം ആ ഒരു റേഞ്ചേ കിട്ടുള്ളൂ. പക്ഷെ തൈസിൻ്റെ അവിടെ വണ്ണുള്ളവർക്കാണെങ്കിൽ ഇത് ടൈറ്റ് ആവും. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ 3XL സൈസാണ്. ഇത് നമ്മുടെ ലെഗിൻസ് പോലെയല്ല, താഴെ ഇവിടെ ടൈറ്റായിട്ട് കിടക്കുന്നതല്ല, ലൂസായിട്ട് കിടക്കുന്ന ടൈപ്പാണ്. പക്ഷെ തൈൻ്റെ അവിടെ എനിക്ക് നോർമലായിട്ട് ജീൻസിനൊക്കെ ഇടുന്ന പോലത്തെ ഒരു മെഷർമെൻ്റ് ആണ് വരുന്നത്. എനിക്ക് ഇത്രയും ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 3XL 4XL എന്നാണ് ഇതിൽ 3XL എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ 3XLകാർക്ക് കാലിനൊക്കെ നല്ല വണ്ണമുള്ള ആൾക്കാർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നോർമലി XL സൈസൊക്കെയാണ് ലെഗിൻസ് എടുക്കുന്നത്. എനിക്ക് കുർത്തി M ആണെങ്കിൽ കാലിന് ഇച്ചിരി വണ്ണമുള്ള ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ലെഗിൻസുകളൊക്കെ എടുക്കുന്നത് XL സൈസാണ്. അപ്പോൾ XL XXL ആ സൈസുകാർക്ക് എടുക്കാം. അപ്പോഴും നമുക്ക് ആലോചിക്കുക, ജീൻസിൻ്റെ ഒരു മെഷർമെൻറ്റ് പോലെ കിടക്കുന്ന ഒരു ടൈപ്പാണ്. ലെഗിൻസ് പോലെയല്ല, താഴത്തേക്ക് വീതിയുള്ള, ഭയങ്കര വീതി എന്ന് പറയാൻ പറ്റില്ല, പലാസോ പോലെയല്ല, നോർമലായിട്ട് കിടക്കുന്ന ടൈപ്പിലൊരു പാൻറ്റാണ് കേട്ടോ. 3XL 4XL എന്ന് പറഞ്ഞാലും ആ സൈസുകാർ എടുക്കാത്തതായിരിക്കും നല്ലത്. കാരണം ഇത് വലിയുന്നത് നമുക്കൊരു 3XL വരെ അല്ലെന്ന് വെച്ചാൽ ഒരു 36 വരെ കിട്ടുമെങ്കിലും കാലിൻ്റെ മൊത്തത്തിൽ ഇവിടെ ടൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം മീഡിയംകാർക്കും ഇത് യൂസ് ചെയ്യാം, എല്ലുകാർക്കും ഇത് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. മീഡിയം, എല്ല്, XLകാർക്കൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് താഴ്ഭാഗത്ത് ആ ഒരു പാൻറ് ഇടുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറിൽ കിടന്നോളും. അങ്ങനത്തെ ഒരു പാൻറ്റാണ്. ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഡൗട്ടായിട്ട് എടുക്കരുത്, പിന്നെ ടൈറ്റ് ഇതൊന്നും പറയരുത്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ വലിക്കാണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് നമുക്കൊരു 14 ആ ഒരു 14 അല്ല 13 കിട്ടുന്നത്. അപ്പോൾ 26 കിട്ടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അനുസരിച്ച് ഇപ്പോൾ എനിക്ക് നോർമലി ഞാൻ ജീൻസ് ഇടുന്നത് ഒരു 28 അല്ലെങ്കിൽ 30 ആ റേഞ്ചൊക്കെയാണ്. 30ഒക്കെയാണ് എനിക്ക് നോർമലി വരുന്നത്. എനിക്കിത് ടൈറ്റും അല്ല ലൂസല്ല, കറക്റ്റ് ഫിറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കാം കേട്ടോ. 30കാർക്കൊക്കെ 3XL എടുത്താൽ മതിയാവും. ഇനി 32, 34 വരുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ 4XL സൈസ് എടുക്കാം കേട്ടോ. ഇത് നോർമലി ജീൻസ് പോലെ ഫിറ്റായി കിടക്കുന്ന ഒരു ടൈപ്പാണ്. മെറ്റീരിയൽ വൈസ് സൂപ്പറാണെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ഇതൊരു ടൈപ്പ് മേടിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ജീൻസ് ഇടാൻ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഇടാം. ഇനി അല്ല, ഇതിന് നമ്മുടെ കുർത്തീസിൻ്റെ കൂടെ വെയർ ചെയ്യാനാണെങ്കിൽ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. കാരണം നമ്മൾ അങ്ങനെ പാൻറ്റായിട്ട് യൂസ് ചെയ്യണ്ടെങ്കിൽ അങ്ങനെ നോർമൽ നമ്മുടെ കുർത്തി പാൻറ്റ് പോലെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഷർട്ടൊക്കെ ഇൻസൈഡ് ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ടും വെയർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഇത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ്. ഇതിൻ്റെ ഓരോ കളേഴ്സ് കാണിക്കാം. ബ്ലാക്ക് കളർ ഉണ്ട്, അത് ഞാൻ ഓൾറെഡി വെയർ ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വരുന്നത് ഒരു ഗ്രേ കളറാണ് കേട്ടോ, ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. എല്ലാം കാണിക്കുന്നത് 3XL സൈസിൻ്റെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ 4XLും ഇതേ കളർ ചാർട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ, ഒരു പീക്കോ ഗ്രീനൊക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. പിന്നെ വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ, നേവി ബ്ലൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് കളറുകൾ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്നതെന്ന് വിചാരിച്ച് പറയരുത്. ഞാൻ കളർ ഓൾമോസ്റ്റ് പറയുന്നുണ്ട്, ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് നേവി ബ്ലൂ ആണ് കളർ വരുന്നത്. ഇത് വരുന്നത് ഒരു ഡാർക്ക് കാക്കിയൊക്കെ പോലത്തെ ഒരു കളറിൽ. ഇപ്പോൾ ഇതിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് എൻ്റെ ഈ ടോപ്പിൽ. പക്ഷെ ഇത് വരുന്നത് കണ്ടോ, ഒരു കാക്കി ഷെയ്ഡാണ് ഡാർക്കായിട്ടുള്ളത്. അതിലും വിട്ട് കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ പാൻസിൻ്റെ കളറിലേക്ക് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ ഒരു കളർ ഷെയ്ഡ്സ് വരുന്നത്. നല്ല രസമുള്ളതാണ്. ഇനി വരുന്നത് ഒരു പിങ്കിൻ്റെ ഒരു പിങ്കിഷ് പീച്ച് എന്ന് പറയുന്ന ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതെല്ലാം 3XL സൈസിലാണ് വരുന്നത് കേട്ടോ. ഇത് വന്നിട്ട് വൈറ്റാണ്. വൈറ്റ് ഞാൻ കവറിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. വൈറ്റാണ് വരുന്നത് കേട്ടോ. ഒരു മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയാം. പ്യോർ ഉജ്ജാല മുക്കിയ പോലത്തെ ഒരു വൈറ്റ് അല്ല, ഒരു മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ചെറുതായിട്ട് ക്രീമും കൂടി ബ്ലെൻഡായിട്ട് വരുന്ന പോലത്തെ ഒരു കളർ കേട്ടോ. പ്യോർ നല്ല വെള്ളയല്ല, അങ്ങനത്തെ കളർ. ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
ഇതൊരു പിങ്കിഷ് പീച്ച് പോലത്തെ ഒരു കളറ്. എന്താ പിന്നെ ഇങ്ങനെ ഒരു കളർ. ഇതിന് എക്സാക്ട് കളറിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊരു നല്ല ഡാർക്ക് കാക്കി പോലത്തെ കളറാണ്. ഇതിന് എന്തെങ്കിലുമൊക്കെ പേരുണ്ടാകുമായിരിക്കാം, നമുക്കതൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ്. ഇത് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ്, പിന്നെ ബ്ലാക്ക്. ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെങ്ത്ത് വരുന്നത് ഒരു 36.5 to 37 ആ റേഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. എനിക്ക് ആ കറക്റ്റാണ് കേട്ടോ, ആംഗിളല്ല, നമ്മുടെ ആ ഒരു ഉപ്പുറ്റി പോർഷൻ വരുന്ന അതിലേക്ക് നിൽക്കുന്ന പോലത്തെയാണ് ലെങ്ത്ത് വരുന്നത്. 3XLന് 26 to 34. അതുമാതിരി തന്നെ 4XLന് 28 to 36 കേട്ടോ. ആ സൈസ് ആണ് കണക്കാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രൈസ് 599 അല്ല 499 ആണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് മാറിപ്പോയതാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തതാണ് കേട്ടോ. അടുത്ത് വരുന്നത് ഈ ടോപ്പാണ് കാണിക്കുന്നത്. ഒരു യൂനെക്കിൽ വരുന്നതാണ്. സൈസ് വരുന്നത് ലാർജാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി ലൂസാണ്. മീഡിയംകാർക്കും എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാവുന്നതേ ഉള്ളൂ. സ്ലീവ് വരുന്നത് ഒരു 17 ഇഞ്ചിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ഇത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ. നമുക്ക് ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഒരു 33.5 റേഞ്ചിലേക്ക്, 33 to 34 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ ഇതുപോലെ പാൻറ്റിൻ്റെ കൂടെയൊക്കെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഐറ്റമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് എൻഡ് വരെ. എന്നിട്ട് ഇവിടെ ചെറിയൊരു കട്ടിങ് പോലെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ലെങ്ത്തായിട്ട് ജീൻസിൻ്റെ ടോപ്പ് വെയർ ചെയ്യുന്നുള്ളവർക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കളർ വന്നിട്ട് ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. ഇനി കാണിക്കുന്നത് ഇതിൻ്റെ വേറെ കളേഴ്സാണ് കേട്ടോ. സൈസ് വരുന്നത് ലാർജാണ്. മീഡിയംകാർക്കും ലാർജുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇത് നീലയുടെ ഷെയ്ഡ് വരുന്നതാണ്. കുർത്തിയുടെ പ്രൈസ് വരുന്നത് 599 ആണ് കേട്ടോ. നമ്മൾ ഈ അടുത്ത വീഡിയോസിലെല്ലാം 3XL 4XL ആ സൈസിലുള്ള ജീൻസിൻ്റെ ടോപ്പുകളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീഡിയം ലാർജുകാരൊക്കെ ചോദിക്കാറുണ്ട്, നമുക്ക് എല്ലാം കൂടി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത് വരുന്നത് ഒരു പിങ്കിൻ്റെ ഷെയ്ഡിലേക്ക് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഈ ബേസ് നോക്കിയാൽ മതി നിങ്ങൾ. പിങ്കിൻ്റെ ഷെയ്ഡിലേക്ക് വരുന്നതാണ്. ഉള്ളിൽ ഇതിന് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ്. 599 ആണ് പ്രൈസ് വരുന്നത്. ഇത് വന്നിട്ട് ഈ ടോപ്പും തമ്മിൽ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇതിനകത്ത് ഒരു ഗ്രേയും പിങ്കും കൂടിയുള്ള കോമ്പിനേഷനാണ്. ഇതിനകത്തൊരു ഒരു നേവി ബ്ലൂവും പിങ്കും കൂടിയുള്ള കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ. ഉണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇച്ചിരി കൂടി ഡാർക്കാണ്. അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇത് 1 നിങ്ങൾ കണക്കാക്കുക, ഇത് 2 കണക്കാക്കുക. കളർ മാറിപ്പോകാതിരിക്കാനാണ് കേട്ടോ. ഉള്ളിൽ കണ്ടോ, ഇത് ഒരു ഡസ്റ്റി പിങ്ക് പോലത്തെ, ഇതിനകത്ത് ഒരു ഗ്രേൻ്റെ തീമാണ് വരുന്നത്. അത് 3 എടുക്കുക. ഇത് ഉള്ളിൽ ഒരു കാക്കി പോലെ കൊടുത്തേക്കണം. ഇവിടെ ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. ഇത് 4 കണക്കാക്കാം കേട്ടോ. മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏതാണോ ഉദ്ദേശിച്ചതെന്ന് ഒന്നും കൂടി മെൻഷൻ ചെയ്യുക. അല്ല, ഇതിൽ ഏതായാലും കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ചിലർക്ക് ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെയുള്ളവർ കൃത്യമായി കൺഫേം ചെയ്ത് തന്നെ ഐറ്റം എടുക്കുക. അപ്പോൾ പ്രൈസ് വരുന്നത് 599 ആണ്. ഈ ഒരു 599 നേരത്തെ പാൻറ്റും കൂടിയാണ് മിസ്സായി പോയത്. പാൻറ്റിന് 499 ആണ്, ഇത് 599 ആണ് കേട്ടോ വരുന്നത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷനും ജീൻസിൻ്റെ ഒരു ടോപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതും കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. നേരത്തെ കാണിച്ച ജോർജറ്റാണ്, ഇത് കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ്. വൈറ്റിലേക്ക് ഒരു പിങ്കും കൂടി ബ്ലെൻഡായ പോലത്തെ ഒരു കളറാണ് കേട്ടോ. അങ്ങനെ ഒരു നെറ്റ് പോലത്തെ ഒരു ലിനൻ ടച്ചിലേക്ക് വരുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ്. നെക്ക് പാറ്റേൺ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് കഴുത്ത് കടത്താൻ പാകത്തിന്. പിന്നെ 2 സൈഡിലേക്കും ഇങ്ങനെ പിൻടെക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ഒരു 28 to 29 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. നമുക്കിത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഷോ ബട്ടൺ കൊടുത്തിട്ട് ഇവിടെ ഒരു കട്ടിങ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആയിട്ട് ഇടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്ലീവ് പോലെ ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് മടക്കി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ 2 പാറ്റേണും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ടോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 ടൈപ്പിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കുർത്തിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ക്ലോസർ വ്യൂ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് കേട്ടോ.
മെറ്റീരിയൽ വരുന്നത്. ഇവിടെ ഇങ്ങനെ പിൻടെക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടാണ് പിൻടെക്സ് പോലെ കൊടുത്തേക്കണത്. ഇതെങ്ങനെ വരും. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെയാണ് ഇരിക്കുന്നത്. താഴെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഇതിന് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും കേട്ടോ. പുറകിലേക്ക് പിൻടെക്സോ ഗ്യാദേഴ്സോ ഒന്നുമില്ല, നോർമലാണ് വരുന്നത്. ഓക്കെ, ഇത് സൈസ് ചാർട്ട് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ. ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് എം ആണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് എൽ സൈസാണ്. ഇനി എക്സൽ സൈസും കൂടി അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞത് ഒരു സൈസസിൽ ഡിഫറെൻറ്റ് കളറാണ്, പക്ഷേ ഇത് ഒരേ പാറ്റേണിൽ ഡിഫറെൻറ്റ് സൈസസ് ആണ്. അപ്പോൾ പല രീതിയിലും മാറി മാറി നമുക്ക് വരും. അത് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് അതെങ്ങനെയാണ് കിട്ടുന്നത് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മീഡിയം ടു എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 599 ആണ്. നല്ലൊരു കളക്ഷനാണ് കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് വരുന്നത്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഭയങ്കര രസമുള്ളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഒരു ലിനൻ ബേസ്ഡിലേക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. കുറച്ച് എന്താ പറയുക, നമുക്ക് നല്ല കംഫർട്ടാണ്. ചൂടൊട്ടൊടുക്കില്ലാത്ത ടൈപ്പിൽ കോട്ടണിൽ കുറച്ച് പ്രീമിയം ആണല്ലോ ലിനൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റേഞ്ചിലേക്ക് വരുന്ന ഒരു ഐറ്റമാണ്. ഇതിനകത്തൊരു മൾട്ടി കളർ പോലത്തെ പ്രിൻ്റാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ബേസ് ക്രീം, ബീജ് കളറൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കളർ ഉണ്ടല്ലോ, ഒരു ഗ്രീൻ പോലത്തെ കളറാണ് ഇതിൽ നമ്മൾ എടുത്ത് പറയുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്. അതിൽ ആ ഒരു കളറിൻ്റെ വ്യത്യാസമാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വി നെക്ക് പോലെയാണ്, ഹൈ നെക്ക് പോലെ വന്നിട്ട് ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തേക്കാണ്. ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഒരു പീസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ മാത്രം ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തേക്കാണ്. സ്ലീവിൻ്റെ എൻഡും ഇതുപോലെ തന്നെ ഒരു പടി പോലെ കൊടുത്തിട്ട് ഇവിടെ ഒരു ലേസ് വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എ ലൈൻ സ്ട്രക്ചറിലാണ് കുർത്തി വരുന്നത്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡെപ്തിലേക്ക് പോക്കറ്റ് പോകുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് ഒരു സെമി പലാസോ പോലത്തെ പാൻറ്റാണ് കേട്ടോ. പാൻറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. പാൻറ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയ വരുന്നത് കേട്ടോ. ഭയങ്കര കംഫർട്ടാണ് ഇത് വെയർ ചെയ്യാൻ. നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ്. കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ലുക്കും ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 46 ഇഞ്ചോളം കുർത്തിക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നത് ഒരു 36-37 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത്. ഇലാസ്റ്റിക് വരുന്നത് ഇലാസ്റ്റിക് ടൈപ്പിലാണ് അതിൻ്റെ വേസ്റ്റ് വരുന്നത്. ഞാൻ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇങ്ങനെയാണ് കുർത്തിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. നല്ല രസമുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇവിടെ ഇത്തിരി ഭാഗം മാത്രമാണ് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ അയൺ ചെയ്ത് വെച്ച പോലത്തെയാണ് ഐറ്റം. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും കണ്ടോ, സ്ലീവിൻ്റെ എൻഡിൽ ഇവിടെ പടി പോലെ കൊടുത്തിട്ട് ഇവിടെയും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ പുറകു വശം നോർമൽ എ ലൈനാണ്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല നീറ്റായിട്ടുള്ളൊരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് നല്ല ഡെപ്തിലേക്ക് പോവും. അപ്പോൾ എ ലൈനിലാണ് വരുന്നത്. ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോട്ടൻ്റെ ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് കുർത്തിയുടെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ബോട്ടം വന്നിട്ട് ഫുൾ ഇലാസ്റ്റിക് വരുന്ന ബോട്ടാണ്. ഈ സെയിം പ്രിൻറ്റിലാണ് വരുന്നത്. ഇത് ബോട്ടം ഇച്ചിരി കൂടി നല്ല കംഫർട്ടാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നമുക്ക് എ ലൈൻ ആയതുകൊണ്ട് തന്നെ ഇത് വിത്തൗട്ട് ലൈനിങ്ങിലെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് നല്ല സുഖമാണ്, ചൂടൊന്നും എടുക്കില്ല. സെമി പലാസോ ആണ്, ഒട്ടും ടൈറ്റ് അല്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മീഡിയം മുതൽ XXL സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 899 ആണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്, അതും കൂടി കാണാം. അടുത്ത വന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ. ഇതിനകത്ത് ഒരു മഞ്ഞയും നീലയും കൂടി മിക്സ് ഉണ്ട്. നേരത്തെ ഒരു ഗ്രീനും ഓറഞ്ചും കൂടി ഉള്ളൊരു കളറായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ എക്സാക്റ്റ് വേണ്ട. ഇതിനകത്ത് വരുന്നത് ഒരു ഗ്രീനും ഈ ഒരു ഗ്രീനും പിന്നെ ഈ ഒരു ഓറഞ്ചും. ഇവിടെ വരുന്നത് നീലയും മഞ്ഞയും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. രണ്ടും നല്ല കളേഴ്സാണ് കേട്ടോ. വെയർ ചെയ്യാനും ഇടാനും നല്ല കംഫർട്ടുള്ളൊരു ലിനൻ ടച്ചിൽ വരുന്ന മെറ്റീരിയലാണ് വരുന്നത്. ഇതേപോലെ എ ലൈൻ സ്ട്രക്ചറിൽ 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെമി പലാസോ വരുന്ന പാൻറ്റാണ് വരുന്നത് കേട്ടോ. അപ്പം മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം. മീഡിയം മുതൽ XXL സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് 899 ആണ് കേട്ടോ. സെമി പലാസോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കംഫർട്ടാണ് കേട്ടോ. പാൻറ്റ് ഇടാനായിട്ട് ചൂടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ലൂസിൽ കിടക്കാനാണല്ലോ ഇഷ്ടം, അങ്ങനെ കേട്ടോ. അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം. അടുത്തത് വന്നിട്ട്
കിഡിലൊരു സാരിയാണ് കാണിക്കാൻ കേട്ടോ. ആദ്യമേ പറയുന്നു, ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് ബ്ലൗസ് വെച്ചിട്ടാണ് സാരി കൊടുത്തിട്ടുള്ളത്. എനിക്ക് എല്ലാത്തിൻ്റെയും സാരിയുടെ ബ്ലൗസ് മാച്ച് ആയിട്ടുള്ളതില്ല. ഇതൊന്നും തയ്ച്ചിടാനുള്ള സമയവും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനോട് ഇങ്ങനെ ബ്ലാക്ക് വെച്ചിടുന്നത്. നിങ്ങൾ ഇതിന് റണ്ണിങ് മെറ്റീരിയലാണ്, ഇതുപോലെ തന്നെ റണ്ണിങ് ആയിട്ട് വരും കേട്ടോ. നമ്മളിതുമ്മ 5 സാരി പ്ലസ് വിത്ത് ബ്ലൗസ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉടുക്കണമെങ്കിൽ അങ്ങനെ ഉടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മാച്ച് ആവുന്ന ഇപ്പോൾ ഇഷ്ടംമാതിരി കളേഴ്സ് വരുന്നുണ്ട്. മഴവില്ല് പോലെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇതിനോട് നിങ്ങൾക്ക് മാച്ച് എന്ന് തോന്നുന്ന ഏത് ബ്ലൗസ് വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇവിടെ നല്ല രസമുണ്ട്, നല്ലോണം ഫ്ലീറ്റ്സ് ഒക്കെ കിട്ടും നമുക്ക്. ഞാൻ പറയാറുണ്ട്, എനിക്ക് സാരി ഉടുക്കാൻ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷെ ഇത് മൽമൽ കോട്ടണിൽ വരുന്നത് ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഉടുത്താൽ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ഉടുക്കാമെന്ന് വിചാരിച്ചത്. കേട്ടോ, ഇവിടുത്തെ മുന്താണി വശം വരുന്നത് ഇതിങ്ങനെ ഒരു ചെക്ക് പാറ്റേണിലാണ് മുന്താണി വശം വരുന്നത്. ഒരുപാട് കളേഴ്സ് പോകുന്നുണ്ട്. ഇവിടത്തേക്ക് ഇങ്ങനെ ലൈൻ പോലെ പോവും. ഇവിടെ വരുമ്പോൾ ഈ ഒരു ആ ലൈൻ തന്നെ ഇങ്ങനെ ഉടുക്കുമ്പോൾ ഇങ്ങനെ ഔട്ടാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ പറയാം, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഉടുക്കാൻ പറ്റും. നമുക്ക് ഉടുത്തെടുത്ത് അവിടെ അങ്ങനെ കിടന്നോളും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സാരി ഉടുത്ത് കാണിക്കാം, ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ബേസ് വരുന്നത് ഇതുപോലെ ഒരു ടീൽ ബ്ലൂ കളറാണ്. ഉണ്ട്, ഈ ഭാഗം വരുന്ന കളർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്ന ബാക്കി ലൈൻസുകൾ ഇതിനോട് മാച്ച് ആവുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 1130 ആണ്. നമ്മുടെ ഓഫർ പ്രൈസ് 1099 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ താഴെ കുഞ്ചലൊക്കെ കൊടുത്തിട്ടുണ്ട്, കുഞ്ചലല്ല ടസൽസ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ, ഭയങ്കര കംഫർട്ട് തന്നെയാണ് ഉടുക്കാനായിട്ട്. അപ്പോൾ ടീൽ ബ്ലൂ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഒരു കളർ ഉടുത്തു എന്നേ ഉള്ളൂ. മൽമൽ കോട്ടണിൽ വരുന്നതാണെങ്കിൽ ഇതിൻ്റെ കളേഴ്സ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ബേസ് കളർ വരത്തക്ക രീതിയിലാണ് ഞാൻ സാരി നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ അഴിച്ച് കുഴക്കുന്നില്ല. ഇത് കണ്ടോ, ഇതൊരു മെഹന്തി ഗ്രീൻ പോലത്തെ കളറാണ്. ഈ നീല കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മെഹന്തി ഗ്രീനാണ് വരിക. കണ്ടോ, ഇവിടെ ഈ നീല വരുന്ന ഈ പോർഷനില്ലേ, അതാണ് ഈ കാണുന്ന കളർ. അതുകൊണ്ട് ആ കളറിനെ മാത്രം വെച്ചിട്ടാണ് നമ്മൾ നിവർത്തി കാണിക്കണുള്ളൂ. ഇതെല്ലാം കൂടി അഴച്ച് കുഴച്ച് മടക്കാൻ പാടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മെഹന്തി ഗ്രീൻ ഉണ്ട്, പുറകു വശം കണ്ട ഈ ലൈൻസാണ് ഇതിങ്ങനെ പോയിട്ടുള്ള ഈ ലൈൻസ്. അപ്പം ഇത് സെക്കൻഡ് കളർ ഇട്ടാൽ ആദ്യം നിങ്ങൾ ഈ ടീൽ ബ്ലൂ കളർ നോക്കുക. അത് കഴിഞ്ഞിട്ട് മെഹന്തി ഗ്രീൻ, അടുത്ത് കഴിഞ്ഞ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ കേട്ടോ, ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ കളറ് ലൈൻസ് ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. 1099 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ മനസ്സിലുണ്ടാവും, ഒട്ടും കനമില്ലാത്ത ടൈപ്പാണ് സാരി വരുന്നത്. അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. പർപ്പിൾ നിങ്ങൾക്കിനി ഈ കളറൊക്കെ തന്നെയാണോ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു പർപ്പിളാണ്, മെറൂൺ അല്ല, പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. താഴത്തെ മുന്താണിയുടെ വശമാണ് ഇത് വരുന്നത്. ബാക്കി ബോഡി ഇങ്ങനെ ലൈൻസ് പോകും, ഇങ്ങനെ വരും. ഈ ലൈൻസ് പോകുന്ന പോലെ ഇത് പർപ്പിൾ ഷെയ്ഡാണ്. അടുത്തത് വരുന്നത് ഒരു വൈൻ ഷെയ്ഡാണ്. പർപ്പിളും വൈനും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കൺഫേം ചെയ്ത് പറയാം. പർപ്പിളും വൈനും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. കണ്ട, ഇതാണ് ഒരു പർപ്പിൾ എന്ന് ഞാൻ പറയുന്നത്, ഇതാണ് ഒരു വൈൻ ഷെയ്ഡ് എന്ന് പറയുന്നത്. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് ഇതാ ഒരു വയലറ്റ് ഷെയ്ഡ്. ഇത് ടീൽ ബ്ലൂ പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇത് വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ്. അതിൻ്റെ ലൈൻസ് പോകുന്നത് ഇങ്ങനെ. താഴത്തെ ഈ മുന്താണി വശം ഓൾമോസ്റ്റ് എല്ലാത്തിനും സെയിം ആണ് വരുന്നത്. പിന്നെ ഈ ബേസ് കളറുകൾ മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ, കംഫർട്ടല്ലേ? നിങ്ങൾക്ക് കളേഴ്സ് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് കൺഫേം ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടീൽ ബ്ലൂ, അതുമാതിരി തന്നെ ഒരു മെഹന്തി ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, പർപ്പിള്, വൈന്, ഏറ്റവും അവസാനം ഈ വയലറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് വയലറ്റ് ചാർട്ട് കേട്ടോ.
ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 1099 ആണ്. ഭയങ്കര കംഫർട്ടാണ്. സാരി ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും സാരിയോടൊരു ഇഷ്ടം തോന്നും, അതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കളേഴ്സാണ്, കളേഴ്സല്ല കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത്. ഫുള്ള് തെറ്റാണ്. എനിക്കിത് എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു പോകും. പിന്നെ നിങ്ങൾക്ക് അറിയാം എൻ്റെ ശൈലി ഇത്തിരി തെറ്റും കുറ്റമൊക്കെ വരുന്ന ടൈപ്പ് തന്നെയാണ്. നമ്മൾ ആരും അത്ര പെർഫെക്റ്റ് അല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയാറുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണെന്ന് കാണിച്ചിട്ടുള്ളത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ സൈസ് വെച്ച് അല്ലെങ്കിൽ കളർ പറഞ്ഞ് കൃത്യമായി തന്നെ ഓർഡർ എടുക്കുക. ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമേ നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളൂ. അതും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മാൻഡേറ്ററി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവണം, അത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. ഇനി വിഷുവിന് മുമ്പ് നമുക്കൊരു വീഡിയോ ഉണ്ടാവുമെന്ന് അറിയില്ല, ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മളൊരു ഡിസ്കൗണ്ട് സെയിലൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോസ് മിസ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഷോർട്സ് പോകുന്നുണ്ട്. ഷോർട്സിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി വാച്ച് ചെയ്യാം. നമ്മളെ ബ്രാൻഡഡിൽ വരുന്ന കളക്ഷൻസാണ്. കുറച്ചും കൂടിയും പ്രീമിയം ലെവലിൽ നമ്മൾ വീഡിയോസ് എടുത്തിട്ട് ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അത് മേടിക്കാൻ താല്പര്യമുള്ളവർ ഷോർട്സും വാച്ച് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ടാറ്റാ.